നമസ്കാരം. രാഷ്ട്രം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഈ ഒരു വേളയിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പ് നാം ഉത്തരം കണ്ടെത്തേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം ചൂതുകളി മാത്രമായിരിക്കും എന്നടിച്ചാക്ഷേപിച്ച പാശ്ചാത്യർക്ക് മുന്നിൽ നമ്മുടെ മറ്റു പല അയൽ രാജ്യങ്ങളിലും ജനാധിപത്യം വേരുറക്കാതെ പോയപ്പോൾ അതൊരു ജീവിത രീതിയായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞു എന്ന് വാദിക്കുന്നവരും ആശ്വസിക്കുന്നവരുമാണ് നമ്മൾ ഭാരതീയർ. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം നമ്മുടെ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്, നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞുവോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടലാകണം നമ്മുടെ വിരലുകളിൽ പതിയാൻ പോകുന്ന മഷി. മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി കടന്നു വന്നവർക്ക് അവരുടെ വാക്കിനോട് കൂറു പുലർത്തുവാൻ കഴിഞ്ഞുവോ? നമുക്കറിയാം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ അർത്ഥത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അന്തസത്ത എന്നാണ്. അങ്ങനെയിരിക്കെ എത്രമേൽ ജനാധിപത്യപരമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ? സ്ത്രീകളെയും കുട്ടികളെയും മറ്റു മതലൈംഗിക ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് നിർത്തുന്നതിനുള്ള ശ്രമത്തിൽ നമ്മുടെ ഭരണകൂടത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞുവോ? 2018 തോംസൺ റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ 193 UN അംഗത്വമുള്ള രാഷ്ട്രങ്ങളിൽ നടത്തിയ സർവേയിൽ സ്ത്രീകൾക്ക് ഏറ്റവും അധികം അപകടകരമായ ജീവിത സാഹചര്യമുള്ള രാഷ്ട്രങ്ങളിൽ 1ാം സ്ഥാനം അത് ഇന്ത്യക്കാണ്. സ്ത്രീ ഉന്നമനത്തിനേക്കാൾ വലിയൊരു വികസനോപാധിയില്ല എന്ന് പറഞ്ഞത് മുൻ UN സെക്രട്ടറി ആയിരുന്ന കോഫി അന്നനാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പകുതിയോളം വരുന്ന ഒരു ജനവിഭാഗത്തിന് ഇവിടെ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള അവസരം നമ്മുടെ ഗവൺമെൻറ്റിന് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നുണ്ടോ? വ്യത്യസ്തങ്ങളായ പദ്ധതികൾ അവ കാര്യക്ഷമമായിരുന്നുവോ? നാം ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയം കൂടിയാണ്. പ്രതിനിധാനം ചെയ്യുന്ന മതത്തിൻ്റെ പേരിൽ, വിശ്വാസധാരയുടെ പേരിൽ ഇവിടെ ഒരു വിഭാഗം ജനത അപരത്വവൽക്കരണത്തിനിരയാകുമ്പോൾ, കർഷക ആത്മഹത്യകൾ പെരുകുമ്പോൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ വീണ്ടും സംഭവിക്കുമ്പോൾ, ദളിതർ വീണ്ടും വീണ്ടും കൊല്ലപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ് എന്തു ചെയ്യുകയായിരുന്നു എന്ന്. കാരണം ഇന്ത്യ സ്പീഡിൻ്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നത്, ഏറ്റവും അധികം പശുവിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ നടന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് എന്നതാണ്. നാം എന്ത് ചിന്തിക്കണം, നാം എന്ത് പറയണം, നാം എന്ത് കഴിക്കണം എന്നൊക്കെ മറ്റുള്ളവർ ചേർന്ന് വട്ടമേശ സമ്മേളനം നടത്തുമ്പോൾ, സ്വന്തം നിലപാടുകളുടെ പേരിൽ അവ ഉറക്കി വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ധബോൽക്കറും പൻസാരയും ഗൗരി ലങ്കേഷുമെല്ലാം കൊല്ലപ്പെടുമ്പോൾ ഭരണകൂടം സ്വീകരിച്ച ഭീകരമായ മൗനത്തെ നാം വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യണം. ഇനി 2020 ലോകത്തിലെ ഏറ്റവും അധികം യുവജനസംഖ്യയുള്ള രാഷ്ട്രമായി മാറാൻ ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ മാനവ വിഭവശേഷി ഉപയോഗപ്പെടുത്തുവാൻ മാത്രം നമുക്ക് പക്വത കൈവരിച്ചുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നും 70% മാത്രമാണ് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക്. 8.15% മാത്രമാണ് നമ്മുടെ ഗ്രാജുവേഷൻ നിരക്ക്. ഇനിയും സ്ഥാപിച്ചിട്ടില്ലാത്ത ജിയോ ഇൻസ്റ്റിറ്റ്യൂഷന് ശ്രേഷ്ഠ പദവി നൽകുമ്പോൾ രാഷ്ട്രത്തിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഉറപ്പുവരുത്തുവാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. NSSOയുടെ പുതിയ കണക്കുകൾ പ്രകാരം 45 വർഷത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ് രാഷ്ട്രം ഇപ്പോൾ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രം ഏറ്റവും വീറോടെ ചർച്ച ചെയ്യേണ്ടത് റാഫേൽ അഴിമതിയെപ്പറ്റി തന്നെയാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായാണ് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു രേഖ അത് പ്രതിരോധ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ കാണാതെയാകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? നോട്ട് നിരോധനത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഡാറ്റയുടെ കണക്കുകൾ പ്രകാരം ഏഷ്യയിലെ ലീസ്റ്റ് പെർഫോമൻസ് കറൻസി അത് ഇന്ത്യയുടെ കറൻസിയാണ്. നോട്ട് നിരോധനം കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വാദത്തിൽ RBIക്ക് പോലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്തുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ഏറ്റവും അധികം സൈനികർ കൊല്ലപ്പെടുന്നത് ഈ 5 വർഷ കാലയളവിലാണ്. ഏറ്റവും അധികം കാശ്മീരി യുവാക്കൾ സായുധ സേനയുടെ ഭാഗമാകുന്നതും ഈ വർഷത്തിൽ തന്നെ. ആരാണ് താഴ്വാരങ്ങളിലെ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച ഈ യുവാക്കളെ സൃഷ്ടിക്കുന്നത്? വ്യക്തമായൊരു കാശ്മീർ നയം നമ്മുടെ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നുവോ? നാം ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഗുരുതരമായ മറ്റൊന്ന്, ഈ 5 വർഷ കാലയളവിലാണ് 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ജനാധിപത്യം അത് പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. ഓർമ്മയുണ്ടായിരിക്കണം. ഇനി സ്വന്തം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ
നാം ഉത്തരം കണ്ടെത്തേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. എത്രത്തോളം കാര്യക്ഷമമായിരുന്നു നമ്മുടെ MP-യുടെ പ്രവർത്തനങ്ങൾ? എത്രത്തോളമുണ്ട് അദ്ദേഹത്തിന് പാർലമെന്റിലുള്ള അറ്റൻഡൻസ് നിലവാരം? എത്രമേൽ പുരോഗമനാത്മകപരമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ? എന്തെല്ലാം പുതിയ പദ്ധതികൾ അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കി? മാത്രമല്ല, ആത്യന്തികമായി നാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, നമ്മുടെ പ്രതിനിധി പാർലമെന്റിൽ നമുക്ക് വേണ്ടി എത്രത്തോളം സംസാരിച്ചു? അദ്ദേഹം നിശബ്ദനായിരുന്നുവോ എന്ന്. അങ്ങനെ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു പ്രിവിലേജുകളും കൊടുക്കാതെ വിവേകപൂർണമായി നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം നമുക്ക് ഉപയോഗപ്പെടുത്താം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. നന്ദി.